അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ പിന്നെയും അൺബോക്സിങ്ങിലേക്ക് കിടക്കുകയാണ്. അതെ, റിയൽമി 14 Pro Plus. വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല എനിക്കിത് അൺബോക്സ് ചെയ്യാൻ. പക്ഷേ 13 Pro Plusന് ക്യാമറ നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 13 Pro Plusന് ക്യാമറ നല്ലതാണ്, 14 Pro Plusന് ക്യാമറ നല്ലതാകാനാണല്ലോ സാധ്യത. അതുകൊണ്ട് തന്നെ നമ്മൾ 14 Pro Plus ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ക്യാമറ നല്ലതാണോ അതോ മോശമാണോ എന്ന്. ഫസ്റ്റ് അൺബോക്സ്, മേക്ക് ഇറ്റ് റിയൽ. ഓക്കെ, ആയിക്കോട്ടെ. ഫസ്റ്റ് നമുക്ക് കവറുണ്ട്. കവർ നല്ല ക്വാളിറ്റി കേസാണ്. ബുക്കും പേപ്പറും, സിം ഇജക്ടർ ടൂൾ, ടിപ്പിക്കൽ. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. 80 വാട്ട്സ്. Type A to Type C കേബിൾ. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പം ഫോക്കസ് കറക്റ്റ് ആവണമെന്നില്ല. ഒന്ന് ക്യാമറയുടെയാണ്. 2 ഡസൻ മാറ്റർ എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ആഫ്റ്റർ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഡേറ്റ്. അതെ, അതല്ല, എൻഡ് ഓഫ് ദ ഡേ ഫോണിനാണ് മെയിൻ പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതാണ് ഞാൻ കൂടുതലിനകത്ത് വലിയ ഫോക്കസ് കൊടുക്കാത്ത അൺബോക്സിങ്ങിൽ. പക്ഷെ നോക്കാം, നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ച് സെറ്റപ്പ് ആവുകയാണെങ്കിൽ. ഇത് 2-3 വർഷമായിട്ട് ഞാൻ പറയുന്നു, പക്ഷെ സെറ്റപ്പ് ആകുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ചെയ്യാം. അടുത്തായിട്ട് ഫോണിലേക്ക് നോക്കാം. ഇതാണ് വീഗൻ ലെതർ കേട്ടോ സാധനം. ഇതാണ്, കൊള്ളാം. വീഗൻ ലെതർ ഫിനിഷ് നല്ല രസമുണ്ട് കേട്ടോ, ഹോൾഡ് ചെയ്യാൻ നല്ല രസമുണ്ട്. കേർവ്ഡ് ഡിസ്പ്ലേ അല്ല, ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കും. സോ ബാക്ക് ഇതാണ്, വീഗൻ ലെതർ ഫിനിഷ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആത്മാവ് ഊറ്റിയിട്ട് ബാക്കി ചർച്ച ചെയ്യാം. അങ്ങനെ നമ്മൾ റിയൽമി 14 Pro Plusൻ്റെ ആത്മാവ് ഊറ്റിയിരിക്കുകയാണ്. അപ്പം അതിനെപ്പറ്റിയുള്ള ചർച്ച നമുക്ക് നടത്താം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വല്ലപ്പോഴൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വല്ലപ്പോഴൊക്കെ വീഡിയോ കിട്ടുന്നതായിരിക്കും. അതെ, എനിവേ തുടങ്ങിയേക്കാം. സോ ഫസ്റ്റ് ബിൽഡ് ആൻഡ് ഡിസൈൻ. ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്. ഓഫ് കോഴ്സ് പ്ലാസ്റ്റിക് ബാക്കാണ്. അതേപോലെ തന്നെ വീഗൻ ലെതർ ബാക്കും ഉണ്ട്. കംഫർട്ടൊക്കെ അടിപൊളിയാണ്. നല്ല രീതിയിൽ നല്ല രസമുണ്ട്, ഹോൾഡ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ഡിസൈൻ പാറ്റേൺ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സർക്കുലർ ടൈപ്പ് ഓഫ് ക്യാമറ ലേഔട്ടാണ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. 196 ഗ്രാമാണ് ഈ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 8.3 മില്ലിമീറ്റർ തിക്നെസ് ആണ്. അത്യാവശ്യം തിക്നെസ് കുറവാണ്. ഈവൻ 6000 mAh ബാറ്ററി ഉണ്ടെങ്കിലും തിക്നെസ് കുറവാണ്. കൊള്ളാം, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫോണിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടൺ ആണ്. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിം സ്ലോട്ട് ഉണ്ട്, Type C പോർട്ട് ഉണ്ട്, സ്പീക്കർ ഗ്രില്ലുണ്ട്. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ മൈക്കും ഉണ്ട്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന് അടുത്ത ഗ്രില്ലുണ്ട്. സോ നമുക്ക് ഇനി ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ചെക്ക് ചെയ്യാം. ഓഡിയോ ക്വാളിറ്റി അത്യാവശ്യം നൈസായിട്ടാണ് തോന്നുന്നത്. ഈവൻ ബേസ് ആണെങ്കിലും സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം നൈസായിട്ട് തന്നെ തോന്നുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അടുത്തോടെ നമുക്ക് ഒരു സാധനത്തിന് ഫിംഗർ പ്രിന്റും ഫേസ് അൺലോക്ക് നോക്കാം. സോ ഫസ്റ്റ് ഫിംഗർ പ്രിന്റ്. സോ ഞാൻ പറയില്ല ഫാസ്റ്റസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ എനിക്കിതിനേലും ഫാസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു റേറ്റിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആക്യുറേറ്റ് ആണ്, അങ്ങനെ വലിയ ഡിലേ എന്നല്ല, പക്ഷേ ഒരു സ്ലൈറ്റ് ഒരു ഡിലേ തോന്നുന്നുണ്ട്. ഇനി ഫേസ് അൺലോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫേസ് അൺലോക്ക് ഫാസ്റ്റ് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അടുത്ത നമുക്ക് ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 6.83 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 10-bit ഡിസ്പ്ലേ ആണ്. HDR10+ സപ്പോർട്ടഡ് ആണ്. 1500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും 1200 നിറ്റ്സിന്റെ നോർമൽ ബ്രൈറ്റ്നസ് ആണ്. സോ അത്യാവശ്യം തള്ളി കയറ്റി വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേയിൽ. ആൻഡ് ഓഫ് കോഴ്സ് കേർവ്ഡ് അല്ല, കഴിഞ്ഞ വർഷത്തെ കേർവ്ഡ് ആയിരുന്നു 13 Pro Plus. ഓരോ വർഷം ഓരോ ട്രെൻഡാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ കേർവ്ഡ് ഡിസ്പ്ലേ തരുന്ന വലിയ സംഭവത്തെയാണ് ഇമാർ കരുതിയേക്കുന്നത്. ഇമാർ സത്യം പറഞ്ഞാൽ നമ്മളെ ആൾക്കാരെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ വർഷം എന്തായി, ബാറ്ററി ബാക്കപ്പിനാണ് കൂടുതൽ പ്രാധാന്യം. അതായത് മിക്ക ഫോണുകൾ 6000-7000 mAh ഒക്കെ വെച്ചിട്ട് മറ്റേ സിലിക്കൺ ബാറ്ററി യൂസ് ചെയ്ത് വളരെ സ്ലിം ആക്കുന്നു. അപ്പം ഇപ്പോഴത്തെ ഈ വർഷത്തെ ട്രെൻഡ് അതാണ്. കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു കേർവ്ഡ് ഡിസ്പ്ലേ. അല്ലാതെ ആൾക്കാരുടെ ഒരു കൺവീനിയൻസ് അല്ല നോക്കുന്നത്. അവർ ഒരു വേറെ പ്രത്യേകിച്ചൊന്നും ഇന്നോവേറ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ പഴയ സാധനം തന്നെ ചിലപ്പം
പെയിൻ്റ് അടിച്ച് ഇറക്കും. പഴയ സാധനത്തെ, അതായത് പഴയ സാധനമായിരുന്നു ഈ കർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കണ്ട ഫോണിലെല്ലാം കൊണ്ടുവരാൻ തുടങ്ങി. അപ്പം അതൊരു ട്രെൻഡായി മാറി. സോ അതാണ്, അതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. എനിവേ ഫ്ലാറ്റ് ഡിസ്പ്ലേ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ കൂടുതൽ ഫ്ലാറ്റാണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം താഴെ വീണാലേ. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്രൈറ്റാണ്, ഒരു വിഷയവും ഇല്ല. നല്ല സൺലൈറ്റിലൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഈവൻ കളേഴ്സും വ്യൂയിങ് ആംഗിൾസൊന്നും ഒരു വിഷയമില്ല, ഫൈനാണ്. പിന്നെ ഓട്ടോമാറ്റിക് റിഫ്രഷ് റേറ്റ് ഷിഫ്റ്റ് ഉണ്ട്. 120 Hz ഉണ്ട്, 60 Hz ഉണ്ട്. 120 Hz ആണ് മോർ പ്രിഫേർഡ്. ഓട്ടോമാറ്റിക് കുറച്ചുകൂടെ അവർ ഒപ്റ്റിമൈസ് ചെയ്യാനുണ്ട്. സോ 120 Hz ഈസ് ഫൈൻ. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസിലേക്ക് കിടക്കാം. ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്ന സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്നൊരു ചിപ്സെറ്റാണ്. ആദ്യമേ ഈ ഒരു ചിപ്സെറ്റിനെ പറ്റി കേട്ടപ്പോൾ എനിക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഒരു ചിപ്സെറ്റിനെ പറ്റി റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ചിപ്സെറ്റിനകത്ത് Cortex A720 കോർ ആർക്കിടെക്ചർ ആണുള്ളത്, അതായത് ലേറ്റസ്റ്റ് കോർസ് ആണുള്ളത്. സോ ഒരു മോശപ്പെട്ട ചിപ്സെറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് 7 Gen 3 താഴെ ആയിരിക്കും. 7s Gen 3 എന്ന് പറഞ്ഞാൽ 7 Gen 3 താഴെയാണ്. അതേപോലെ തന്നെ 7s Gen 2 ബെറ്ററാണ്. ഈവൻ 7 Gen 2 ബെറ്ററാണ്. അത്യാവശ്യം കുഴപ്പമില്ല. അതായത് ഈ ഒരു പ്രൈസിൽ ഒരു ബാലൻസ്ഡ് പെർഫോമൻസ് ആണ്. അതായത് നല്ല പെർഫോമൻസ് ആണ്, പക്ഷെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലല്ല. ഒരു മിഡ് റേഞ്ചറിന് പറ്റിയൊരു ചിപ്സെറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇഷ്യൂസ് ആയിട്ടും തോന്നില്ല. ഇനിയിപ്പം ഡെയിലി എങ്ങനെയുണ്ട്, ഡെയിലി യൂസേജ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി യൂസേജ് ഒക്കെ നൈസാണ്. ഇനിയിപ്പോൾ നമുക്ക് AnTuTu സ്കോർ, പാരമ്പര്യമായിട്ടുള്ള സ്കോർ എടുത്ത് നോക്കാം. AnTuTu സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 8,05,920 ആണ്. ഗീക്ക് ബെഞ്ച് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 1164 ആണ് സിംഗിൾ കോർ സ്കോർ, 3161 ആണ് മൾട്ടി കോർ സ്കോർ. ഇനി CPU ത്രോട്ടിലിംഗ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 15 മിനിറ്റ്സിന്റെ ത്രോട്ടിലിംഗ് ടെസ്റ്റിൽ എനിക്ക് 87% സ്റ്റെബിലിറ്റിയും 30 മിനിറ്റ്സിന്റെ ടെസ്റ്റിൽ എനിക്ക് 81% സ്റ്റെബിലിറ്റിയാണ് കിട്ടിയത്. ഇത് ആക്ച്വലി നല്ലതായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം പല ഫോണുകളും, നല്ല പവർ കൂടിയ ഫോണുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പോഴും നമുക്ക് സ്റ്റെബിലിറ്റി വളരെ വീക്കാണ്. ഇനിയിപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഫോണുകളിൽ ഒരു 60-70 റേഞ്ചിലൊക്കെ ആയിരിക്കും ത്രോട്ടിൽ ആവുന്നുണ്ട്. പക്ഷേ ഈ ഫോൺ ഈ ഒരു ചിപ്സെറ്റ് സ്റ്റേബിളാണ്, അതുകൊണ്ട് തന്നെ ത്രോട്ടിൽ അധികം ആയില്ല. അത് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. സോ സ്റ്റേബിൾ ചിപ്സെറ്റാണ്, നിങ്ങൾക്ക് അങ്ങനെ വലിയ ഇഷ്യൂ ഉണ്ടാകത്തില്ല. അപ്പോൾ ഡെയിലി ലൈഫിൽ യൂസേജ്, സോഷ്യൽ മീഡിയ കാര്യങ്ങൾ, സ്ക്രോളിംഗ് ഒന്നും ഒരു വിഷയമില്ല. വളരെ സ്മൂത്താണ്, വളരെ നല്ല റെസ്പോൺസീവ് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. വളരെ സ്മൂത്ത് പെർഫോമൻസ്, ഡേ ടു ഡേ പെർഫോമൻസ് നൈസാണ്. ഇനി ഗെയിമിങ്ങിലേക്ക് വരികയാണെങ്കിൽ BGMA ഉണ്ട്. BGMA നമുക്ക് 90 FPS ഉണ്ട്. ഇവൻ അൾട്രാ HDയിൽ നമുക്ക് അൾട്രാ ഫ്രെയിം റേറ്റ്സ് കളിക്കാൻ പറ്റും. സോ 90 FPS ഞാൻ കളിച്ചു നോക്കി, അത്യാവശ്യം നല്ല ഗെയിം പ്ലേ ആണ്. ഹീറ്റിംഗ് ഒന്നും അനുഭവപ്പെട്ടില്ല. ഈ ഫോൺ അങ്ങനെ ഹീറ്റ് ആയില്ല, ഒരു സ്ലൈറ്റ് വാം ആവുന്നേ ഉള്ളൂ. അങ്ങനെ വലിയ ഹീറ്റിംഗ് ഒന്നും തോന്നില്ല. സോ അത്യാവശ്യം കാഷ്വൽ ഗെയിമിന് ഒരു 2-3 hours ഒക്കെ ഗെയിംസ് കളിക്കുന്നവർക്കും ഇത് പ്രിഫേർഡ് ആയിട്ടൊരു ഫോണാണ്. സോ വേറെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ ക്യാമറ കാറ്റഗറിയിലേക്ക് കടക്കാം. 50 MP IMX890 സോണിയുടെ സെൻസറാണ്. അതേപോലെ തന്നെ 50 MP പെരിസ്കോപ്പ് അല്ലെങ്കിൽ 3x ടെലിഫോട്ടോ ലെൻസും ഉണ്ട്. പിന്നെ 8 MP അൾട്രാവൈഡ്. അപ്പോൾ ക്യാമറയെ പറ്റി പറയുവാണെങ്കിൽ ഇനി ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ കേട്ടോ, അത് വേറെ കാര്യം. സോ നിങ്ങളെ ഞാൻ ഫോട്ടോസ് കാണിക്കാൻ പോകുന്നത് നോർമൽ, അൾട്രാവൈഡ്, ടെലിഫോട്ടോ ആയിട്ടാണ്. ഡേ ലൈറ്റ് ഷോട്ട്സിൽ അത്യാവശ്യം നല്ല ഫോട്ടോസാണ് വരുന്നത്. അങ്ങനെ ഒരു ഇഷ്യൂസ് എനിക്ക് തോന്നുന്നില്ല. അതായത് നല്ല ഡൈനാമിക് റേഞ്ച് ഒക്കെ, അതായത് സ്കൈ ഒക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല ഫോട്ടോസാണ് വരുന്നത്. പിന്നെ കളേഴ്സ് മറ്റ് ഫോണുകൾ പോലെ, അതായത് റിയൽമിയുടെ പൊതുവെ ഉള്ള രീതി വെച്ച് ഭയങ്കര സാച്ചുറേറ്റഡ് ആക്കാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ സാച്ചുറേഷൻ ലെവലൊന്നും തോന്നുന്നില്ല. അതായത് ഒരു നാച്ചുറൽ ടോൺ തന്നെയാണ് ഇപ്രാവശ്യം പിടിച്ചിരിക്കുന്നത്. എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു ഹെവി സാച്ചുറേറ്റഡ് ഫോട്ടോസായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ട് നല്ല ഫോട്ടോസായിട്ട് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പം മാക്രോ ഷോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ മാക്രോ ഷോട്ട്സ് ഒക്കെ അത്യാവശ്യം നൈസാണ്. അതേപോലെ 3x ടെലിഫോട്ടോ നിങ്ങൾ കൂടുതൽ സബ്ജക്റ്റിലേക്ക് അടുപ്പിച്ച് കഴിഞ്ഞാൽ മാക്രോയുടെ ഓപ്ഷൻ വരും, നിങ്ങൾക്ക് മാക്രോ ഫോട്ടോസ് എടുക്കാം. അല്ലാതെ തന്നെ നല്ല ബ്ലറായിട്ടുള്ള മാക്രോ ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ സബ്ജക്ട്സിൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ നൈസ് ഫോട്ടോസാണ് കിട്ടുന്നത്. നൈസ് ഫോട്ടോസ് എന്ന് വെച്ചാൽ സ്കിൻ ടോൺ ആക്യുറസി കുറവുണ്ട്, പക്ഷേ എഡ്ജ് ഡിറ്റക്ഷൻ ഓൺ ബെസ്റ്റാണ്. അത് അടിപൊളി എഡ്ജ് ഡിറ്റക്ഷനാണ്. അത് 3x തന്നെ എടുക്കണം, അതായത് ടെലിഫോട്ടോ യൂസ് ചെയ്തെടുക്കണം. 2x എടുത്താൽ ആ ഒരു കളർ ഷിഫ്റ്റ് ഉണ്ട്, അതായത് ഒരു ഡൾ കളറാണ്. അതേപോലെ 3x സ്ലൈറ്റ്ലി ബെറ്റർ കളറാണ്, പക്ഷേ സ്കിൻ ടോൺ ഒരു കൈൻഡ് ഓഫ് വൈറ്റ് കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ സാമ്പിൾസ് കാണിച്ചു തരാം. വൈറ്റ് ചെറുതായിട്ട് കയറുന്നുണ്ട്, മീൻസ് ഒരു പെർഫെക്റ്റ് സ്കിൻ ടോണിലേക്ക് വരുന്നില്ല. കുറച്ചുകൂടെ സ്കിൻ ടോൺ ഒന്ന് സെറ്റ് ചെയ്യുന്നത് നൈസാണ്, പക്ഷേ എഡ്ജ് ഡിറ്റക്ഷൻ ഒരു രക്ഷയില്ല. അപ്പം എനിക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. ഈ ഒരു വൈറ്റിഷ് സ്ലൈറ്റിലൊന്ന് കുറച്ചിരുന്നെങ്കിൽ നൈസായിരുന്നു. പിന്നെ കോൺട്രാസ്റ്റ് ലെവലൊക്കെ തരി കൂട്ടുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായിരുന്നു. അല്ലാതെ എനിക്ക് വേറെ ഇഷ്യൂസ് ക്യാമറ വെച്ച് തോന്നില്ല. ഇപ്പം ഡേ ലൈറ്റ് ഫോട്ടോസ് ആണല്ലോ അത്യാവശ്യം നൈസാണ്. ഇനി നൈറ്റ് ഫോട്ടോസിലേക്ക് നോക്കിയാൽ നൈറ്റ് ഫോട്ടോസ് അത്യാവശ്യം നൈസാണ്, വലിയ പ്രശ്നങ്ങളില്ലാത്ത. അത്യാവശ്യം സോണിയുടെ സെൻസറാണ്, അത്യാവശ്യം ലൈറ്റ് കൂളാകത്തോട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല നൈറ്റ് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ സെൽഫി ഫോട്ടോസിലേക്ക് നോക്കിയാൽ സെൽഫി ഫോട്ടോസ് ഇസ് ഓക്കെ, ഗുഡ്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. ഇറ്റ്സ് ഡീസൻറ്റ് ലെവൽ ഫോട്ടോസ് എന്ന് എനിക്ക് പറയാനുള്ളൂ. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ അവരുടെ ഐ ഫോക്കസ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഇനി വീഡിയോ ക്വാളിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും, ഫ്രണ്ടിലും ബാക്കിലും 4K 30 FPS ഉണ്ട്.
സോ ഇതാണ് റിയൽമി 14 Pro Plusൻ്റെ റെയർ വീഡിയോ ഫുട്ടേജ്. സോ 4K 30 FPS നമുക്ക് സെറ്റിങ്സ് കിട്ടുന്നത്. കുറച്ച് ഓടി നോക്കിയാലും വലിയ കുഴപ്പമില്ലാത്ത ഫുട്ടേജാണ്. ഇനി സെൽഫിയിൽ 4K 30 FPS ഉണ്ട്. സോ ഇതാണ് റിയൽമി 14 Pro Plus എന്നുള്ള സെൽഫി വീഡിയോ ഫുട്ടേജ്. 4K 30 FPS ഉണ്ട്. ഫൈനലി 4K. സോ EOSൻ്റെ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, പക്ഷെ എന്നാലും വലിയ രീതിയിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് തോന്നുന്നു. ക്വാളിറ്റി ഈസ് ഫൈൻ. സോ റെയറിലെയും ഫ്രണ്ടിലെയും വലിയ കുഴപ്പമില്ല. റെയറിലെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട സ്റ്റെബിലൈസേഷൻ നൈസാണ്. ഫ്രണ്ടിലെ കുറച്ചുകൂടി സ്റ്റെബിലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യാം. സോ ക്യാമറ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗുഡ് ലെവൽ ക്യാമറ സിസ്റ്റം ആണ്. പക്ഷേ പ്രൈസിനെ അത്രയ്ക്ക് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ തോന്നില്ല. 30,000 രൂപയ്ക്കുള്ള ലെവലുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് സംശയമുണ്ട്. ഇതിന്റെ പ്രൈസ് ഒരു 27 ആ റേഞ്ചൊക്കെ ആയിരുന്നേ പിന്നെയും ഇതൊരു ഗുഡ് എന്ന് ഞാൻ പറഞ്ഞു, ഒരു എക്സലന്റ് ക്യാമറ അല്ലെങ്കിൽ വെരി ഗുഡ് ക്യാമറ എന്ന് പറഞ്ഞു. പക്ഷേ 30K ഇറ്റ്സ് എ ഗുഡ് ക്യാമറ. പക്ഷേ ഇതൊരു എക്സ്ട്രീം ക്യാമറ ലെവൽ എന്ന് തോന്നുന്നില്ല ഫോർ ദ പ്രൈസ്. അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നല്ലൊരു ക്യാമറയാണ്, ഗുഡ് ക്യാമറ എന്ന് തന്നെ പറയാം. പക്ഷെ പ്രൈസിനോട് അങ്ങനെ മാച്ചില്ല. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇമ്പ്രൂവ് ആണെങ്കിൽ ഒരു വെരി ഗുഡ് റേഞ്ചൊക്കെ വരാം. ഇതാണ് ക്യാമറ കാറ്റഗറി. അടുത്തായിട്ട് നമുക്ക് ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയറിലേക്ക് നോക്കാം. ഇവിടെ എപ്പോഴും റിയൽമിയുടെ സോഫ്റ്റ്വെയറിലാണ് നമുക്ക് എപ്പോഴും ചർച്ച ചെയ്യാനുള്ളത്. റിയൽമി UA 6.0 ബേസ്ഡ് ഓൺ Android 15. അതെ, ഔട്ട് ഓഫ് ദ ബോക്സ് Android 15 ഉണ്ട്. ഇനി ബ്ലോട്ട്വെയർസ് ഉണ്ടന്മാരെ പറ്റി നോക്കുകയാണെങ്കിൽ 12 ബ്ലോട്ട്വെയർസ് ഉണ്ട്. ബ്ലോക്ക് ബ്ലാസ്റ്റ് ഒരു രക്ഷയില്ല, അത് വിട്ടൊരു കളിയില്ല. റിയൽ ഷോർട്ട് പുതിയ ആപ്ലിക്കേഷൻ. ഹോട്ട് ഗെയിംസ് ഹോട്ട് ആപ്സ് ഉണ്ട്. സന്തോഷമായി. പണ്ട് പ്രഹസനമായിരുന്നു നമ്മൾ പറഞ്ഞത്, ഇപ്പം നമ്മൾ ഹോട്ട് ഗെയിംസ് ഹോട്ട് ആപ്സിനെ പറ്റിയാണ് പറയുന്നത്. ബാക്കി ചില ബ്ലോട്ട്വെയർസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ വേറെ പിന്നെ റിയൽമിയുടെ കുറേ ചവർ സാധനങ്ങളുണ്ട്. കാരണം ഇത്രയും ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട്, ബ്ലോട്ട്സ് എല്ലാം കൂടെ ചേർത്ത് ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സോഫ്റ്റ്വെയർ കുറച്ചുകൂടെ ഒക്കെ റെഡിയാക്കാനുണ്ട്. അങ്ങനെ ഒരു ഹെവി സെറ്റപ്പ് എന്ന് പറയാം. സ്ലൈറ്റ് ഒരു ചെറിയൊരു ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ ഇടയ്ക്കൊക്കെ അനുഭവിക്കാറുണ്ട്. അല്ലാതെ വേറെ ഇഷ്യൂസ് ഇല്ല. സോഫ്റ്റ്വെയർ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണ നൈസാണ്. പക്ഷെ എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. Android 15ൻ്റെ ആ ഒരു ലെവൽ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ വാൾപേപ്പർ സ്റ്റൈലിങ്, മറ്റേ ഷോമി പോലുള്ള വാൾപേപ്പർ സ്റ്റൈലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, നൈസാണ്. പിന്നെ ബഗ്സ് ഒന്നും അങ്ങനെ ഫേസ് ചെയ്തില്ല. സോ സോഫ്റ്റ്വെയർ ഈസ് ഫൈൻ. അടുത്താണ് നമുക്ക് ഒരു ഫോണിൻ്റെ കരിയർ അഗ്രിഗേഷൻ നോക്കാം. 5G+ ഞാൻ കണ്ടില്ല, ഇനി എൻ്റെ സിമ്മിൻ്റെ ആണോ എന്നറിയത്തില്ല. വോ 5G ഉണ്ട്, അതായത് വോയിസ് ഓവർ 5G ഉണ്ട്. സോ ഇറ്റ്സ് ഗുഡ്, ഫൈനാണ്. ഇനി സെൻസേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ സെൻസേഴ്സും ഈ ഒരു ഫോണിലുണ്ട്, കുഴപ്പമൊന്നുമില്ല. അടുത്തായിട്ട് ഹാപ്റ്റിക് ഫീഡ്ബാക്സ് നോക്കുകയാണെങ്കിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നൈസാണ് കേട്ടോ. കാരണം അതുപോലെ ഇവർ ആ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തൊക്കെ നൈസാണ്. ഇപ്പം നമ്മൾ ഈ വോളിയം കുറയ്ക്കുമ്പോഴും വോളിയം കൂട്ടുമ്പോഴൊക്കെ വോളിയം എക്സ്ട്രീമിൽ ചെല്ലാൻ നേരത്തൊരു പ്രത്യേക ഫീഡ്ബാക്കാണ് വരുന്നത്. അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ നല്ല സൗണ്ടാണ്, ടിക് ടിക് ടിക്, നല്ല മറ്റേ ലീനിയർ മോട്ടർ തന്നെയാണെന്ന് തോന്നുന്നു. നൈസാണ്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത് ഗ്ലോബൽ സെർച്ച് എന്നൊരു സംവിധാനമുണ്ട്. അതിനകത്ത് നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്താലും ആപ്പ് സജഷനായിട്ട് വരും, ആപ്ലിക്കേഷൻ സജഷനായിട്ട് വരും. അതൊരു ആഡ് പോലെ ഇങ്ങനെ കാണിക്കും. വളരെ മോശം. 30,000 രൂപയ്ക്ക് വരുന്ന ഫോൺ അത് വെക്കരുത്. നിങ്ങൾ 20,000 രൂപയ്ക്ക് 22 വരെ പോട്ടെ, 30-ലൊക്കെ ഒരു പ്രീമിയം ഒക്കെ തടി. സോ ആ ഒരു സാധനം അത് OnePlusനും ഇവർക്കും ഒപ്പോയ്ക്കും എല്ലാവർക്കും ഉണ്ട്. ഇങ്ങനെ ഈ ഒരു അമ്മ പറ്റ ഈ 3 പിള്ളേർക്കും ഉണ്ട്. പ്ലീസ് നന്നാവും, അത്രേ ഉള്ളൂ പറയാൻ. ഇനി ബാറ്ററി ബാക്കപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററി. അതെ, 8.3 mm ഇവർ 6000 mAh തള്ളി കയറ്റിയിട്ടുണ്ട്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. സോ 80 വാട്ട്സ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഏറെക്കുറെ ഒരു 40-45 മിനിറ്റ്സ് എടുത്ത് ഫുൾ ചാർജ് ആകും. സോ എങ്ങനെ പോലെ ഒരു 45 മിനിറ്റ്സ് മാക്സിമം എടുക്കും ഫുൾ ചാർജ് ആകാൻ. എന്തായാലും കുഴപ്പമില്ല, നല്ല ഒരു ചാർജിങ് സ്പീഡായിട്ട് തോന്നുന്നു. ഇനിയിപ്പോൾ 6000 mAh നൈസാണ്. 8 മണിക്കൂറൊക്കെ സ്മൂത്ത് ആയിട്ട് നിൽക്കും. 1 ഡേ ഒക്കെ സ്മൂത്ത് ആയിട്ട് പോകും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി കൺക്ലൂഷനിലേക്ക് വരാം, പ്രൈസിലേക്കും വരാം. 8GB 128GB പ്രൈസാണ് 30,000 രൂപ. 8GB 256GBക്കാണ് 30,000 രൂപയെങ്കിൽ അംഗീകരിച്ചേനെ. കാരണം അതിനുള്ള ഒരു പരിധി ഉണ്ട്, അതിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ഈ 14 Pro Plus, 13 Pro Plus, 12 Pro Plus തുടങ്ങിയ ഫോണുകൾ ഞാൻ പണ്ടേ ഉപയോഗിച്ചത്. കാരണം റേറ്റ് അത്രയ്ക്ക് അവർ കൂട്ടിയേക്കുന്നത്, അത്രയ്ക്ക് എക്സ്ട്രീമിലായിട്ട് അവർ കൊണ്ടുവന്നത്. പക്ഷേ ഈ ഒരു ഫോൺ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് 30,000 ഇല്ല. പക്ഷേ ഒരു 27 ആ ഒരു റേഞ്ച് ഞാൻ പറയാം, 27-26K ഉണ്ട്. അതൊരു സാധാ ഒരു യൂസർ ഒരു 27,000 രൂപ മുടക്കുവാണെങ്കിൽ അതിനുള്ള ലെവലുണ്ട്. ക്യാമറ ഉണ്ട്, ബാറ്ററി ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, പെർഫോമൻസ് നൈസാണ്. പക്ഷെ ആ 30,000ത്തേക്ക് എനിക്ക് അങ്ങനെ കൂടുതൽ ഫോഴ്സ് വെച്ചാൽ മോശമെന്ന് പറയാനും പറ്റില്ല, പക്ഷേ ഒരു കൂടുതൽ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇപ്പം വരുന്നതേ ഉള്ളതുകൊണ്ട് നമുക്കിത് റെക്കമെൻഡ് ചെയ്യാം. 30,000 രൂപയ്ക്ക് നിങ്ങൾ സാധാ ഒരു നോർമൽ യൂസർ, സോഷ്യൽ മീഡിയ, ചെറിയ ഗെയിമിംഗ്, അത്യാവശ്യം ക്യാമറ നോക്കുന്നവർ, ആ ബാറ്ററി ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. വേറെ ഇഷ്യൂസ് അങ്ങനെ എടുത്ത് പറയാനില്ല. പക്ഷേ വെയിറ്റ് ഫോർ അതർ ഫോൺസ്. പിന്നെ ആ ഒരു ഒരു ബാറ്ററി കൂടുതൽ പ്രിഫർ ചെയ്യുന്നവർക്ക് ഈ ഒരു ഫോണിലേക്ക് പോകാം. കാരണം ഇനി വരാൻ പോകുന്നതൊക്കെ നല്ല പെർഫോമൻസ് ഉള്ളതുകൊണ്ട് ബാറ്ററി ചിലപ്പോൾ കോമ്പൻസേറ്റ് ആയിപ്പോകും. അതുകൊണ്ട്
ഈ ഒരു പ്രൊസസ്സർ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയതുകൊണ്ട് ബാറ്ററി അധികം തിന്നാത്തതുകൊണ്ടും ഇതിനകത്ത് ബാറ്ററി കൂടുതലുള്ളതുകൊണ്ടും ബാറ്ററി ബാക്കപ്പ് എന്നൊരു രീതി നോക്കുമ്പോൾ എനിക്കിത് കൂടുതൽ സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു 27 ആയിരുന്നെങ്കിൽ നൈസായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഓഫറൊക്കെ വരുവാണെങ്കിൽ ഇത് നല്ല വാല്യൂ ആയിരിക്കും. 30,000 എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതുപോലെ 256 GB തന്നിരുന്നെങ്കിലും നൈസായിരുന്നു. ഇതിപ്പോൾ 128 GB 30,000 രൂപയ്ക്ക് പോരാ സൈമ പോരാ, അതാണ്. പക്ഷേ ഓവറോൾ ഫോൺ വെച്ച് നോക്കുമ്പോൾ ഫോൺ ഗുഡാണ്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ബാറ്ററി കൂടുതൽ പ്രിഫർ ചെയ്യുന്നവർക്ക് ഇത് പിടിക്കാം. കാരണം 6000 mAh ഉണ്ട്. ബാക്കി ഫീച്ചേഴ്സോടെ നിങ്ങൾക്ക് ആ ഒരു പ്ലസ് ആയിട്ട് കിട്ടും, ഒരു ഓൾറൗണ്ടർ പവറിലേക്ക് നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആസ്പെക്ട്സ് ഒക്കെ വേറെയാണ്, പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ വേറെ ഫോൺസ് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്തായാലും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ വലിയ മേജർ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഈ പ്രോ പ്ലസിൽ നിന്നൊന്നും വരുന്നില്ല. അതിനി ഭാവിയിൽ വരുമോ എന്നറിയത്തില്ല. എന്തായാലും കുഴപ്പമില്ല, അത്രേ പറയാനുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും